ഹായ്, കുക്കു വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓലൻ എന്ന് പറയുന്നത് സദ്യയിലെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കറിയാണ്. അതായത് ഒരുപാട് കറികൾ ഉണ്ടാവും സദ്യയിൽ. അപ്പോൾ നമുക്ക് ഓരോ കറികളുടെയും ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറിയിൽ നിന്ന് നെക്സ്റ്റ് കറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഓലൻ ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്നാണ് പറയുക. അങ്ങനെ ഓലൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നാവ് ന്യൂട്രലാവും. അപ്പോൾ നെക്സ്റ്റ് കറിയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഓലൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് കുമ്പളങ്ങയും വൻപയറുമാണ് യൂസ് ചെയ്യുക. കുമ്പളങ്ങ മാത്രമായിട്ടും വെക്കും. ഇപ്പോൾ ചിലർ സ്റ്റൂ വെക്കുന്നുണ്ട് ഓലന് പകരമായിട്ട്. പക്ഷേ ട്രഡീഷണൽ സദ്യയിൽ എപ്പോഴും ഓലനാണ് നമ്മൾ വെക്കാറ്. ഇപ്പം ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഓലൻ തയ്യാറാക്കി എടുക്കാനായിട്ട് കുമ്പളങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം കുമ്പളങ്ങയാണ്, അതിന് ഇതുപോലെ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം. പിന്നെ ഒരു ചെറിയ പിടി വൻപയർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1-ാം പാലും വേണം, 2-ാം പാലും വേണം. നമ്മൾ 2-ാം പാലിലാണ് കഷ്ണം വേവിച്ചെടുക്കുന്നത്. അത് മാത്രമല്ല, വൻപയർ ആദ്യം ഒന്ന് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഓലൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുമ്പളങ്ങയും അതുപോലെ തന്നെ സ്ലിറ്റ് ചെയ്തിട്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കഷ്ണങ്ങൾ കൂട്ടണം. പിന്നെ ഇനി അതിലേക്ക് ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2-ാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതേസമയം തന്നെ നമുക്ക് കുക്കറിൽ പയർ വേവിക്കാൻ വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള പയറാണ്. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വല്ലാണ്ട് ഉടയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊന്നും തുറന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പയർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരണം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പയറും ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്, അതുപോലെ കുമ്പളങ്ങയും ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് പാകമാണോ അല്ലേ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തമ്പാൽ 1-ാം പാല് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ജസ്റ്റ് തിളച്ച് ഒന്ന് വരണ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അധികം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതപ്പോൾ ഇതിങ്ങനെ തള വന്ന് തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പച്ച വെളിച്ചെണ്ണ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഒരു കറിവേപ്പിൻ്റെ തണ്ട്, അതുപോലെ ഒരു തണ്ട് കറിവേപ്പില അതിലേക്ക് ഒന്ന് ഞെരടിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓലൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സദ്യയുടെ ഒരു മെയിൻ ഐറ്റമാണ് ഓലൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്